അഴുമ മിസ്സാണ് കേട്ടോ. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമേ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പഠിച്ചു വെച്ചെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. അപ്പൊ ക്രിസ്മസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ. ക്രിസ്മസിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നത് അല്ലെ? ക്രിസ്മസിന് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെയാണ് തയ്യാറെടുക്കുന്നത്? ഡിസംബർ മാസത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെ? അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് മക്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ടീച്ചർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പഠിപ്പിച്ചു തരാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നിങ്ങളോട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് അല്ലെ? പലതിനെ കുറിച്ചും നമ്മളോട് എഴുതാൻ വേണ്ടി ചോദിക്കും. അത്തരത്തിൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ടീച്ചർ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗം തന്നെയാണ് പകൽ നേരത്തെ ആകാശം അല്ലെ? പകൽ നേരത്തെ ആകാശത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുക എന്നുള്ളത്. അപ്പൊ പകൽ സമയത്തെ ആകാശങ്ങളെ കുറിച്ച് മക്കൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതുക? പകൽ സമയത്ത് അല്ലെ നല്ല വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആകാശം കൃത്യമായിട്ട് അല്ലെ നോക്കാൻ ചെറിയൊരു പരിമിതി ഉണ്ട്. കാരണം എന്താ? സൂര്യന്റെ വെട്ടം കാരണം അല്ലെ നമുക്ക് അധികം കാണാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അല്ലെ ആ സമയത്തെ ആകാശ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒന്നും അറിയത്തില്ലേ? അതൊക്കെ നമുക്കൊന്ന് എഴുതിയാലോ? അപ്പൊ നമുക്ക് എഴുതാം അല്ലെ. പകൽ സമയത്ത് ആകാശത്തിൽ ആകാശത്ത് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും അല്ലെ? അതായത് ടീച്ചർ എന്താ എഴുതിയത്? പകൽ സമയത്ത് ആകാശത്ത് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും. പിന്നെ എന്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കും? ആകാശത്ത് വെളുത്ത നിറത്തിലുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളെ കാണാൻ സാധിക്കും അല്ലെ? അപ്പോ മേഘങ്ങളെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? പിന്നെ എന്താ കാണാൻ വേണ്ടി സാധിക്കുക? ആകാശത്തിലൂടെ ഒരുപാട് പറവകൾ ഇങ്ങനെ പാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ലേ? നിങ്ങളിങ്ങനെ ആലോചിച്ചു നോക്കണം കേട്ടോ. ടീച്ചർ പറഞ്ഞതെന്ന് മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണും കേട്ടോ. അപ്പൊ അതിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമുക്ക് സൂര്യനെ കാണാൻ പറ്റും, ആകാശത്ത് വെളുത്ത മേഘങ്ങൾ കാണാൻ വേണ്ടി പറ്റും അല്ലെ? പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളായിരിക്കും. അതേപോലെ തന്നെ അല്ലെ ചിലപ്പോൾ നീലാകാശവും, ചില ആളുകൾ മഴവില്ല് കാണാറുണ്ടല്ലേ ആകാശത്ത്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അല്ലെ രാത്രികാലത്തെ ആകാശത്തിനും എന്തുണ്ട്? പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ദാ നോക്കിക്കേ, രാത്രികാലത്തെ ആകാശത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ വേണം കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആകാശം രാത്രിയാവുമ്പോ അല്ലെ മൊത്തം ഇരുട്ടായിരിക്കും. ആ സമയത്തല്ലേ നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും അല്ലെ? പകലിൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുള്ളൂ, രാത്രിയാവുമ്പോ ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എന്റെ കുട്ടികൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് മറ്റൊരു ദിവസം ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് കാണാം. അതുവരെ ബൈ.